മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സഖ്യത്തിന് വൻ വിജയം. ബി.ജെ.പി 127 സീറ്റുകളിലും ഷിൻഡെ സേന 48 സീറ്റുകളിലും ലീഡ് ചെയ്താണ് വീണ്ടും അധികാരമുറപ്പിച്ചത്. 288 സീറ്റുകളിൽ 223 സീറ്റുകൾ നേടിയാണ് എൻ.ഡി.എ സഖ്യം വിജയിച്ചത്. എന്തായാലും ആരാവും അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെയുടെ പ്രതികരണം ചർച്ചയാകുന്നു. വോട്ട് ചെയ്തതിന് നന്ദി പറഞ്ഞ ശ്രീകാന്ത് ഷിൻഡെ വികസനം മാത്രം മുന്നിൽ കണ്ടാണ് ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ബോധപൂർവം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെ തള്ളിക്കളഞ്ഞാണ് ജനങ്ങൾ തങ്ങളെ വിജയിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ബാൽ താക്കറെയുടെ നയങ്ങൾ ആരാണ് ശരിക്കും പിന്തുടരുന്നതെന്ന് തിരിച്ചറിഞ്ഞാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. സർക്കാർ അവതരിപ്പിച്ച സ്ത്രീകൾക്കുള്ള പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഡ്കി ബഹൻ യോജനയ്ക്ക് സ്ത്രീകൾക്കിടയിൽ വലിയ പിന്തുണയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്രയിൽ ഇത്തവണ കടുത്ത മത്സരമുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ കാര്യമായ ചലനമുണ്ടാക്കാൻ എതിർമുന്നണിക്ക് കഴിഞ്ഞില്ല. 288 സീറ്റുകളിൽ ബി.ജെ.പി സഖ്യം 223 സീറ്റുകൾ നേടിയാണ് വൻ വിജയത്തിലേക്ക് നീങ്ങിയത്. മറുവശത്ത് പ്രതിപക്ഷ സഖ്യം വെറും 56 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് കുറഞ്ഞത് 145 സീറ്റെങ്കിലും നേടേണ്ടതുണ്ട്. ബി.ജെ.പി 127 സീറ്റുകളിൽ മുന്നിലായി. ബി.ജെ.പിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ബി.ജെ.പി ഇല്ലാതെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുക പ്രയാസമാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ആരെന്ന ചോദ്യം വീണ്ടും ഉയർന്നിരിക്കുന്നത്. 2019 ബി.ജെ.പി ശിവസേനയും തമ്മിൽ ഭിന്നതകളുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 105 സീറ്റുകൾ നേടിയപ്പോൾ ശിവസേന 56 സീറ്റുകൾ നേടി. മുഖ്യമന്ത്രി സ്ഥാനം ശിവസേന ആവശ്യപ്പെട്ടെങ്കിലും ബി.ജെ.പി സമ്മതിക്കാത്തതിനെ തുടർന്ന് സഖ്യം പിരിയുകയായിരുന്നു. തുടർന്ന് ആദ്യമായി ശിവസേന കോൺഗ്രസ് എൻ.സി.പിയുമായി കൈകോർത്തു. അതിനു പിന്നാലെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ബി.ജെ.പിക്ക് ഇത്തവണ 100-ൽ താഴെ സീറ്റുകൾ ലഭിച്ചാലും ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അവസരമുണ്ട്. എന്നാൽ ബി.ജെ.പി ഒറ്റയ്ക്ക് 127 സീറ്റുകളിൽ ലീഡ് നേടിയിട്ടുണ്ട്. ഇത് സർക്കാർ രൂപീകരണം കൂടുതൽ എളുപ്പമാക്കുന്നു. ഇതോടെ ഇത്തവണ ബി.ജെ.പിയിൽ നിന്ന് ആരെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്ന സൂചനയാണ് വരുന്നത്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വവും ഇതേ തീരുമാനത്തിലാണെന്നാണ് സൂചന. അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് ശ്രീകാന്ത് ഷിൻഡെ പറയുന്നത് ഇങ്ങനെ: ഞങ്ങളുടെ സഖ്യത്തിൽ ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരമുണ്ടായിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ നേട്ടങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് വിജയിച്ചു. അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്റെ അച്ഛനെ തന്നെ പറയും. അതേസമയം മുഖ്യമന്ത്രിയായി തുടരാൻ സഖ്യകക്ഷികൾ ഒരുമിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക, ശ്രീകാന്ത് ഷിൻഡെ പറയുന്നു.